2024 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഓർക്കണേ. ഒന്നാമത്തെ ചോദ്യം, ആര് ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നാണ് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം, യോഹന്നാൻ. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് എന്താണ് പറഞ്ഞത്? കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരുവൻ. കർത്താവ് ശിഷ്യരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആരംഭം എങ്ങനെയാണ്? ഉത്തരം, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനമായി എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഉത്തരം, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ പറഞ്ഞ ഉപമയിൽ അർദ്ധരാത്രി ഒരുവൻ സ്നേഹിതനോട് എന്താണ് വായ്പ ചോദിച്ചത്? ഉത്തരം, 3 അപ്പം. ഒരുവൻ സ്നേഹിതനോട് അർദ്ധരാത്രി അപ്പം വായ്പ ചോദിച്ചത് എന്തിനാണെന്നാണ് അവൻ പറഞ്ഞത്? ഉത്തരം, ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അർദ്ധരാത്രി സ്നേഹിതനോട് ഒരുവൻ 3 അപ്പം വായ്പ തരിക എന്നാവശ്യപ്പെട്ടപ്പോൾ സ്നേഹിതൻ അവനോട് ആദ്യം പറയുന്നത് എന്ത്? ഉത്തരം, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ലെന്ന് സ്നേഹിതൻ പറഞ്ഞ സന്ദർഭം. ഒരുവൻ സ്നേഹിതനോട് അർദ്ധരാത്രിയിൽ അപ്പം വായ്പ ചോദിച്ചപ്പോൾ. അർദ്ധരാത്രി അപ്പം ചോദിച്ച ഒരുവന് സ്നേഹിതൻ വേണ്ടത് നൽകുന്നത് എന്തു നിമിത്തമാണ്? ഉത്തരം, അവൻ്റെ നിർബന്ധം നിമിത്തം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. അധ്യായവും വാക്യവും ഏത്? ഉത്തരം, ലൂക്ക 11-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക എന്ന് യേശു ശിഷ്യരോട് പറഞ്ഞതെന്തിനാണ്? ഉത്തരം, പ്രാർത്ഥനയുടെ ശക്തി അവരെ ബോധ്യപ്പെടുത്താൻ. മക്കൾക്കു നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലെന്ന് പറഞ്ഞത് ശിഷ്യരെ എന്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്? ഉത്തരം, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്. മക്കൾക്ക് എന്തു നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, നല്ല ദാനങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി തരുന്നതിനായി യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം, ഒരുവൻ അർദ്ധരാത്രി അപ്പം വായ്പ ചോദിക്കാനായി സ്നേഹിതൻ്റെ അടുത്തു പോയ ഉപമ. ആരെയാണ് പിശാചുകളുടെ തലവനെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, ബേൽസെബൂലിനെ. യേശു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിച്ചപ്പോൾ അവൻ ആരെക്കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം, ബേൽസെബൂലിനെ കൊണ്ട്. യേശു ഊമനായ പിശാചിനെ ബഹിഷ്കരിച്ചതിന് ശേഷം ചിലർ അവനെ പരീക്ഷിക്കുവാൻ എവിടെ നിന്നാണ് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം, സ്വർഗത്തിൽ നിന്ന്. ചിലർ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം യേശുവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം, പരീക്ഷിക്കുവാൻ. യേശുവിനെ പരീക്ഷിക്കുവാൻ ചിലർ അടയാളം ചോദിച്ചപ്പോൾ അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? യേശു ഇപ്രകാരം ചോദിക്കാനിടയായ സന്ദർഭം. യേശുവിനോട് ചിലർ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞ ശേഷം യേശു ചോദിക്കുന്ന ചോദ്യം എന്ത്? ഉത്തരം, നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ പുറത്താക്കുന്നത്? ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ എന്ത് നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം, ദൈവരാജ്യം. ശക്തൻ
എപ്രകാരം തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാകുന്നത്? ആയുധധാരിയായി. ആരാണ് എനിക്ക് എതിരാണെന്ന് യേശു പറഞ്ഞത്? ഉത്തരം: എന്നോട് കൂടെയല്ലാത്തവൻ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ഏതു സ്ഥലങ്ങളിലൂടെയാണ് ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത്? ഉത്തരം: വരണ്ട സ്ഥലങ്ങളിലൂടെ. ഒരുവനെ വിട്ടുപോയ അശുദ്ധാത്മാവ് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നത് എന്തിന്? ഉത്തരം: ആശ്വാസം തേടി. വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്ന അശുദ്ധാത്മാവ് അത് കണ്ടെത്താതെ വരുമ്പോൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? ഉത്തരം: ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ് അശുദ്ധാത്മാവ് കാണുന്നത്? ഉത്തരം: ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി. ഒരുവനെ വിട്ടുപോയ അശുദ്ധാത്മാവ് തിരിച്ചു ചെല്ലുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുമ്പോൾ എന്തു ചെയ്യുന്നു? ഉത്തരം: തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അശുദ്ധാത്മാവ് വിട്ടുപോയവൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമാകുന്നതെപ്പോൾ? ഉത്തരം: വിട്ടുപോയ അശുദ്ധാത്മാവ് മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുമ്പോൾ. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് യേശുവിനെ നോക്കി പറഞ്ഞതാര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞതെപ്പോഴാണ്? ഉത്തരം: നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ. ആരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞത്? ഉത്തരം: ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. യേശു എപ്പോഴാണിത് പറഞ്ഞത്? ഉത്തരം: ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ. ഈ തലമുറ ദുഷിച്ച തലമുറയാണെന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം: അടയാളം അന്വേഷിക്കുന്നതിനാൽ. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്, ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ എന്തിൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. ഉത്തരം: യോനായുടെ അടയാളം. യോന ആർക്കാണ് അടയാളമായിരുന്നത്? ഉത്തരം: നിനവേക്കാർക്ക്. ആരാണ് ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കും എന്ന് യേശു പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രൻ. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ആർക്കാണ് അടയാളമായിരിക്കുന്നത്? ഉത്തരം: ഈ തലമുറയ്ക്ക്. നിനവേക്കാർക്ക് ആര് അടയാളമായിരുന്നതുപോലെയാണ് മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത്? ഉത്തരം: യോന. ആരെല്ലാമാണ് വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയിർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്? ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞിയും നിനവേ നിവാസികളും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയിർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിന് കാരണം? ഉത്തരം: സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിന് കാരണം? ഉത്തരം: യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നുവെന്ന് പറയുന്നത് ആര്? ഉത്തരം: ദക്ഷിണദേശത്തെ രാജ്ഞി. ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നുവെന്ന് പറയുന്നത്? ഉത്തരം: സോളമൻ്റെ. യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചത് ആരാണ്? ഉത്തരം: നിനവേ നിവാസികൾ. വിളക്കു കൊളുത്തി ആരും എവിടെ വയ്ക്കാറില്ലെന്നാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത്. ഉത്തരം: നിലവറയിലോ പറയുടെ കീഴിലോ. ശരീരത്തിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം: കണ്ണ്. കണ്ണ് എപ്രകാരമായിരുന്നാൽ ശരീരം മുഴുവൻ പ്രകാശിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം: കുറ്റമറ്റതെങ്കിൽ. എന്ത് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോയേക്കും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കണ്ണ്. കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ എന്ത് സംഭവിക്കും? ഉത്തരം: ഇരുണ്ടുപോകും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും.
അധ്യായവും വാക്യവും ഏത്? ഉത്തരം ലൂക്ക 11 34 വാക്യം. എന്ത് ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം നിന്നിലുള്ള വെളിച്ചം. ആരാണ് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ യേശുവിനെ ക്ഷണിച്ചത്? ഉത്തരം ഒരു ഫരിസേയൻ. യേശു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഫരിസേയൻ അവനെ എന്തിനാണ് ക്ഷണിച്ചത്? ഉത്തരം തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന്. യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ എന്തു ചെയ്യാതിരുന്നതിനെ പറ്റിയാണ് ഫരിസേയൻ അത്ഭുതപ്പെട്ടത്? ഉത്തരം ഭക്ഷണത്തിനു മുൻപ് കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി. ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കവർച്ചയും ദുഷ്ടതയും കൊണ്ട്. യേശു ആരെയാണ് ഭോഷന്മാരെ എന്ന് വിളിക്കുന്നത്? ഉത്തരം ഫരിസേയരെ. ഭോഷന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് യേശു ഫരിസേയരോട് എന്താണ് ചോദിക്കുന്നത്? ഉത്തരം പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കാൻ എന്തു ചെയ്യാനാണ് ഫരിസേയരോട് യേശു പറഞ്ഞത്? ഉത്തരം നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ. ഫരിസേയർ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ എന്ത് അവഗണിച്ചു കളയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും. ഫരിസേയർ എവിടെയെല്ലാം പ്രമുഖ സ്ഥാനവും അഭിവാദനവും അഭിലഷിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും. കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഫരിസേയരെ. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനോട് ഇപ്രകാരം പറഞ്ഞതാര്? ഉത്തരം നിയമജ്ഞരിൽ ഒരാൾ. ലൂക്ക 11 യേശു നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാമാണ്? ഉത്തരം ഫരിസേയരെയും നിയമജ്ഞരെയും. താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം നിയമജ്ഞരെക്കുറിച്ച്. ആരാണ് പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് കല്ലറകൾ പണിയുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നിയമജ്ഞർ. നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നത് എപ്രകാരമാണെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നതിലൂടെ. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും, അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ജ്ഞാനം. 6 മുതൽ 6 വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം ആബേൽ മുതൽ സഖറിയ വരെ. ആരുടെ രക്തത്തിനാണ് ഈ തലമുറ ഉത്തരം പറയേണ്ടത്? ഉത്തരം ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന്. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകരുടെയും രക്തത്തിന് എന്നതിൽ ആരുടെയെല്ലാം പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആബേൽ, സഖറിയ. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ എന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം സഖറിയ. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം നിയമജ്ഞരെക്കുറിച്ച്. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും നിയമജ്ഞർ അകത്ത് പ്രവേശിച്ചില്ല. പിന്നെ അവർ എന്താണ് ചെയ്തത്? ഉത്തരം പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തി. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം എന്ന തലക്കെട്ടിന് കീഴിൽ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യം യേശു പറയുന്നുണ്ട്? 2 പ്രാവശ്യം. ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 2 പ്രാവശ്യം. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 2 പ്രാവശ്യം. യേശു അവിടെ നിന്ന് പോകവേ പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തത് ആര്? ഉത്തരം നിയമജ്ഞരും ഫരിസേയരും.